സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചിരിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ പുകമറയാണെങ്കിൽ അത് മാറ്റാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ പറഞ്ഞു. വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, എന്തൊക്കെ നിർണായകമായ തീരുമാനങ്ങളാണ് ഹസൻ പറഞ്ഞിരിക്കുന്നത്? സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചിരിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ പുകമറയാണെങ്കിൽ അത് മാറ്റാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും യുഡിഎഫ് കൺവീനർ എം ഹസൻ അറിയിക്കുകയുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, കൂടുതൽ സമര പരിപാടികളിലൂടെ മുന്നോട്ട് പോകാൻ യുഡിഎഫ് തീരുമാനമെടുത്തു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള സമര പരിപാടികളുമായാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത്? ദേവിക, പ്രധാനമായും 6 വിഷയങ്ങളാണ് ഇന്നത്തെ യുഡിഎഫ് യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത്. ഒന്ന്, AI ക്യാമറ വിവാദം. 50 കോടിക്ക് AI ക്യാമറ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും, എന്നിട്ട് 100 കോടിയുടെ അഴിമതിയാണ് നടന്നത്. ഇത് തീവെട്ടിക്കൊള്ളയാണെന്നാണ് എം ഹസൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ K-Phone ഭീമമായ, അതായത് AI ക്യാമറയിൽ നിന്ന് വലിയ ഭീമമായ ഒരു അഴിമതിയാണ് K-Phone പദ്ധതിയിൽ നടന്നിരിക്കുന്നത്. 1028 കോടിയുടെ പദ്ധതി 1538 കോടിയുടെ പദ്ധതിയായി മാറി. അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഈ പദ്ധതിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇതിലും അന്വേഷണം വേണമെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നടക്കുന്ന തീപിടുത്തങ്ങൾ അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാനാണ്. ബ്ലീച്ചിങ് പൗഡർ തീപിടുത്തം എന്നത് ആദ്യമായി കേൾക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലും ഇനിയും അഴിമതി ആരോപണങ്ങൾ ഒരുപാടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പുറമെ ഇന്ന് യുഡിഎഫ് പ്രധാനമായും ചർച്ച ചെയ്ത് വന്യമൃഗ ആക്രമണ വിഷയമാണ്. വന്യമൃഗ ആക്രമണത്തിൽ സർക്കാർ നോക്കുകുത്തിയാകുന്നു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ആക്ട് കാലാനുസൃതമായി മാറ്റണം. ഇത് സംസ്ഥാന സർക്കാരിന് ഈ ആക്ടിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കേന്ദ്രത്തോട് സർക്കാർ ഈ വിഷയത്തിൽ ആവശ്യപ്പെടണം, കേന്ദ്രത്തോട് ശുപാർശ നൽകണം. ഇതിനായി അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം പ്രധാനമായും ചർച്ചയിൽ വന്നത് വിലക്കയറ്റം ആണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും യുഡിഎഫ് ആവശ്യപ്പെടുന്നു. പിന്നൊന്ന് മയക്കുമരുന്ന് വ്യാപനമാണ്. ലഹരി മാഫിയയ്ക്ക് CPMന്റെ രാഷ്ട്രീയ സംരക്ഷണമുണ്ട് എന്നും ഇന്ന് എം ഹസൻ ആരോപിച്ചു. ജൂൺ 20 നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ അഴിമതിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് തീരദേശ ഹൈവേ സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. അതായത് സ്ഥലമെടുക്കാൻ കുറ്റികൾ സ്ഥാപിച്ചു, എന്നാൽ ഈ പദ്ധതി ആകെ അവ്യക്തത നിലനിൽക്കുന്നതാണ്. ഇതിൽ DPR ഉണ്ടോ, പരിസ്ഥിതി ആഘാത പഠനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും വ്യക്തതയില്ല. തീരദേശ ഹൈവേയെ കുറിച്ച് പഠിക്കാനായി ഷിബു ബേബി ജോൺ കൺവീനറായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത്തരത്തിലാണ് യുഡിഎഫിന്റെ ചർച്ചകൾ ഇന്ന് വന്നിരിക്കുന്നത്. വ്യക്തമാണ് അശ്വതി. സർക്കാരിനെതിരെ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.